നമ്മുടെ ചാനലിൽ കുറേ നാളായിട്ട് ഇപ്പോൾ വീഡിയോ കിട്ടിയിട്ട് ഒന്നുമല്ല, മെയിൻ റീസൺ മടിയായിരുന്നു. പിന്നെ കുറച്ച് ടൈമിൻ്റെ പ്രശ്നവും കാരണം വർക്ക്, വീട്, പിന്നെ അതിനും കൂടി ആയിട്ട് അതിൻ്റെ ഇടക്ക് ടൈം അങ്ങനെ കിട്ടൽ കുറവാണ്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വീട്ടിലോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും അതിനും കൂടി പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. ഞങ്ങളൊന്ന് ഇറങ്ങാനൊക്കെ ആയപ്പോഴേക്കും ഉമ്മമാരെല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും പോകണേണ്, കാറിൽ സ്പേസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫാമിലി ആയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയത്. ഒരു സൺഡേ ആയിരുന്നു പോയത്, റിപ്പബ്ലിക് ഡേയുടെ അന്നായിരുന്നു പോയത് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഓഫർ കാര്യങ്ങൾ ഒന്നും ഉണ്ടെന്ന് അറിഞ്ഞിട്ടൊന്നും പോയതായിരുന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കും പിന്നെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓഫേഴ്സൊക്കെ കണ്ടപ്പോഴേക്കും ലിസ്റ്റിലില്ലാത്ത സാധനങ്ങൾ കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ചിൽഡ്രൻസ് പാർക്കിലാണ്. 8:30 അവിടെ ക്ലോസ് ചെയ്യും, പക്ഷെ ഞങ്ങൾ 8 മണിക്കായിരുന്നു കയറിയത് കേട്ടോ. എന്നാലും അവിടെ വരെ വന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാച്ചും അസറും കാറിലിരുന്ന് ഞാനും ലപ്പൂസും അതും കൂടിയിട്ടാണ് പാർക്കിൽ കയറിയത്. അതിനായിട്ട് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് പാർക്കിൽ പോകുന്നത്. അരമണിക്കൂർ ഞങ്ങളുടെ ആകെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ മാക്സിമം ഞങ്ങൾ എല്ലായിടത്തും കയറിയിട്ടുണ്ടായിരുന്നു അതിനായിട്ട്. പിന്നെ അതിനൂന് കയറാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ഞാനും അതും ലപ്പൂസും കയറിയിട്ടുണ്ടായിരുന്നു. ഈ പാർക്കിൽ അങ്ങനെ കയറുന്നതിന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സുഭാഷ് പാർക്കിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സെക്യൂരിറ്റി ചീത്തോരോട്ട് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ലപ്പൂസ് ടാറ്റയൊക്കെ തന്നിട്ടൊക്കെയാണ് തിരുവാലത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ അവിസ്റ്റായിൽ പോയിട്ട് ചായയും കുടിച്ച് വീട്ടിലോട്ട് ദോശയും കൂടി വാങ്ങിച്ചിട്ട് വാപ്പിക്ക് ദോശ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലോട്ടുള്ള ദോശയെ വാങ്ങിച്ച് അവിടെ നിന്ന് നേരെ കുറച്ച് ടൈം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാഡ്മിൻ്റൺ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബാഡ്മിൻ്റന് പോയി. അതിനെ വീട്ടിലാക്കിയിട്ടായിരുന്നു ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല കേട്ടോ. ഞാനൊരു വർക്കൗട്ട് എന്നുള്ള രീതിക്കാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു, ഒരു വാമപ്പൊക്കെ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കഥ പറഞ്ഞ് ആ ഒരു ടയേർഡ്നെസ് ഒക്കെ മാറ്റിയിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്.